നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയി ശക്തി ഇൻ മുംബൈ. പല ആളുകളെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് നല്ല രീതിയിൽ ഹൈറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നും കൂടിയാണല്ലേ. ബാക്കിയുള്ളവരെ പോലെ നമുക്കും നല്ല രീതിയിൽ ഹൈറ്റ് വേണമെന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു 80% എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജെനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ലൊരു ഹൈറ്റ് തന്നെയായിരിക്കും. പക്ഷെ അച്ഛനും അമ്മയ്ക്കും ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മക്കള് അവരെക്കാൾ ഒരു പൊടിക്ക് കുറച്ച് കൂടുതൽ ഹൈറ്റ് ഉണ്ടാവും, പക്ഷെ അത്രയും നല്ല രീതിയിൽ ഉണ്ടാവില്ല. എന്നാൽ ഒരു 20 മുതൽ ഒരു 40% നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ നല്ല രീതിയിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഡയറ്റ് വെക്കുകയാണ്, വൈറ്റമിൻസ്, സപ്ലിമെന്റ്സ്, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഹൈറ്റിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നാച്ചുറലി സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 18 വയസ്സും പുരുഷന്മാർക്ക് ഒരു 20 മുതൽ 21 വയസ്സ്, ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഒരു ഗ്രോത്ത്, അതായത് ഹൈറ്റ് കൂടുന്ന ഒരു പ്രക്രിയ അവിടെ നിന്ന് പോവാണ് ചെയ്യുക. കാരണം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു ഗ്രോത്ത് ഹോർമോൺ, ഇതിന് രണ്ടിനെയും ലിങ്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ 20-21 വയസ്സൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഹൈറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉള്ളതാണ്. കാരണം ഇവിടെ ഞാൻ 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഈ 4 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഹൈറ്റ് കൂട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം, നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് എന്നുള്ളവരാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ, ഒരു 3 മുതൽ ഒരു 4 മാസം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ, ഞാൻ വല്ലാണ്ട് അങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല, ഒരു 2 മുതൽ 3 ഇഞ്ച് വരെ മാക്സിമം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രം. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നെല്ലാം അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ എല്ലുകളുടെ ഇടയിൽ ഒരു കാർട്ടിലേജ് പോലുള്ള ഒരു ഭാഗമുണ്ട്. ഈ കാർട്ടിലേജിന്റെ അടിയിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു ഗ്രോത്ത് പ്ലേറ്റ് കണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു ഗ്രോത്ത് പ്ലേറ്റ് കൂടുതലും നമ്മൾ ഒരു 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന ഒരു ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യുകയും അങ്ങനെ അവിടേക്ക് ഒന്ന് സ്റ്റിമുലേറ്റ് കൊടുത്തിട്ടാണ് നമ്മുടെ കൂടുതലും വളർച്ച ഉണ്ടാവുന്നത്. ഈ ഗ്രോത്ത് പ്ലേറ്റ് കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ നീളമുള്ള എല്ലുകളുടെ ഭാഗത്തൊക്കെയാണ് കേട്ടോ, കൂടുതലും കാലുകളുടെ, കൈകളുടെ അവിടേക്കാണ് കൂടുതലും കണ്ടുവരിക. ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹോർമോൺസ് ഒന്ന് ചേഞ്ച് ആവാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രോത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ പതുക്കെ പതുക്കെ കുറയുകയും അങ്ങനെ ഈ ഒരു ഗ്രോത്ത് പ്ലേറ്റിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഒരു ഹൈറ്റ് കൂടുന്ന ആ പ്രക്രിയ അവിടെ നിൽക്കുകയാണ് ചെയ്യുക. കാരണം കാർട്ടിലേജ് നമ്മുടെ എല്ലുകളായിട്ട് ജോയിന്റ് ആവുന്ന ഒരു സമയമാണിത്. ധാരാളം ആളുകൾ പറയാറുണ്ട് ഹൈറ്റ് കൂട്ടാനായിട്ട് ധാരാളം മെഡിസിൻസ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇഞ്ചെക്ഷൻസ്, ഗ്രോത്ത് ഹോർമോൺസിന്റെ ഇഞ്ചെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത് കൂടിയാണ്. പക്ഷേ അതിന് അത്രയും ഒരു സക്സസ് റേറ്റും ഇല്ല. പിന്നെ അതുപോലെ കുറച്ച് സൈഡ് എഫക്റ്റും ഉള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഇഞ്ചെക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളും അതിനനുസരിച്ചുള്ള മെഡിസിൻസ് കൂട്ടാനായിട്ട് നമ്മുടെ ഡയറ്റ് നല്ല രീതിയിൽ റോൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലുകളുടെ വളർച്ച കൂടുമ്പോഴാണ് നമ്മുടെ ഹൈറ്റ് നന്നായിട്ട് കൂടുക. അപ്പൊ എല്ലുകൾക്ക് പോഷകം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോട്ടീൻസും മിനറൽസും. മിനറൽസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഈ കാൽഷ്യം പോലെയുള്ള കാര്യങ്ങൾ, സിങ്ക്, കോപ്പർ, മെഗ്നീഷ്യം എന്നീ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ നമ്മുടെ എല്ലുകളെ പുഷ്ടിപ്പെടുത്തുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും കൂടിയാണ്. അപ്പൊ ഞാനിവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ റുട്ടീൻ ആയിട്ട് പറയുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തുടങ്ങേണ്ടത് രാവിലെ തൊട്ടാണ് കേട്ടോ. രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് അപ്പൊ തന്നെ നിങ്ങൾ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക. എന്നിട്ട് വെറും വയറ്റിൽ നിങ്ങൾ ഈ ഒരു പറയുന്ന ഒരു കാര്യം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്നുമല്ല, മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുറബ്ബ. മുറബ്ബ എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. മുള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ധാരാളമായിട്ട് ഒരു പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ മോഡേൺ സയൻസ് വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുളയിൽ ധാരാളം കാൽഷ്യം, ഫോസ്ഫറസ്, അമിനോ ആസിഡ്സ് എന്നീ പറയുന്ന ധാരാളം മിനറൽസ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ഹൈറ്റിന് കൂട്ടാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ സപ്ലിമെന്റും എന്ന് നമുക്കിത് പറയാനായിട്ട് പറ്റും. കുറെ ആൾക്കാർ പറയും ഹൈറ്റ് കൂട്ടാനായിട്ട് കാൽഷ്യത്തിന്റെ സപ്ലിമെന്റ്, അതുപോലെ തന്നെ മഗ്നീഷ്യം എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന്. പക്ഷെ ഈ സപ്ലിമെന്റിന് പകരമായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ആ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് മുള കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്വീറ്റ്. ഇത് നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മുള നന്നായിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഒരു ശർക്കരയുടെ പാനിയിലും പഞ്ചസാരയുടെ പാനിയിലും ഡിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. പക്ഷെ നമുക്ക് അത്രയും ഒരു ടൈമും അല്ലെങ്കിൽ നമുക്കത് പറ്റാത്തത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്നും ഇത് വാങ്ങാനായിട്ട് പറ്റും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങാം. ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കിട്ടും എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. ഈസിക്കായിട്ട് ഞാൻ അതിൽ നിന്നും കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വല്ലാതെ സ്വീറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിനൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം. ചിലർക്ക് അധികം സ്വീറ്റ് കഴിക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടും കഴിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് വെറും വയറ്റിൽ ഈ മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് വെറും വയറ്റിൽ
ഒന്നോ രണ്ടോ പീസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഭക്ഷണത്തിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 2 മണിക്കൂർ ശേഷം ഈ ആയുർവേദിക് ടോണിക്, സ്പെഷ്യലി നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ആയുർവേദിക് ടോണിക് നിങ്ങൾ കഴിക്കുക. അപ്പൊ ഈ ഒരു ടോണിക്കിനായിട്ട് നമുക്ക് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നാമത്തെ ഒരു കാര്യം 400 ഗ്രാം അശ്വഗന്ധയുടെ പൗഡറും 100 ഗ്രാം ശതാവരിയുടെ പൗഡറും 50 ഗ്രാം കൽക്കണ്ടം പൊടിച്ചത്, പൊടിയില്ലേ കൽക്കണ്ടം പൊടിച്ചതും കൂടി ഈ 3 കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് നിങ്ങളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കുക. ശേഷം ഇത് നിങ്ങൾ കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. കുറച്ചൊന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതിൽ നമ്മൾ അശ്വഗന്ധ അതുപോലെ തന്നെ ശതാവരി ഈ 2 കാര്യങ്ങളും നമ്മുടെ അസ്ഥിധാതുവിനെ പുഷ്ടിപ്പെടുത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ടും ഈ ഒരു ടോണിക് പ്രിഫർ ചെയ്യുന്നത്. ഇനി ഇത് കഴിക്കേണ്ടത് നമ്മൾ സാധാ പശുവിന്റെ പാലിലല്ല കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ട് ഒട്ടകത്തിന്റെ പാലിലാണ് നമ്മൾ കഴിക്കുന്നത്. ഒട്ടകത്തിന്റെ പാൽ എന്ന് പറയുമ്പോൾ കൂടുതലും ടെൻഷൻ ആവേണ്ട, നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്യാം. കൂടുതലും ഒട്ടകത്തിന്റെ പാൽ ഇവിടെ പ്രിഫർ ചെയ്യാനുള്ള കാരണം നമ്മുടെ പശുവിന്റെ പാലും എരുമപ്പാൽ അതുപോലെ തന്നെ ആടിന്റെ പാല് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ഗുണങ്ങളാണുള്ളത്. പശുവിന്റെ പാൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്കൊരു നറീഷ്മെന്റിനുള്ള പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എരുമപ്പാൽ എന്ന് പറയുമ്പോൾ തടി കൂട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒട്ടകത്തിന്റെ പാലുകൾ കൂടുതലും പ്രിഫർ ചെയ്യാനുള്ള കാരണം കമ്പാരിറ്റീവ്ലി പശുവിന്റെ പാലിനേക്കാളും ഇത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു കാൽഷ്യത്തിന്റെയും മിനറൽസിന്റെയും കുറച്ച് പൊടിക്ക് കൂടുതൽ ഒട്ടകത്തിന്റെ പാലിലുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാൽഷ്യം ഒക്കെ നല്ല രീതിയിൽ കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോ ഇതിങ്ങനെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഒട്ടകത്തിന്റെ പാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല, നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒന്നല്ല. അപ്പൊ അതിന് പകരമായിട്ട് ഈ കാമൽ മിൽക്ക് പൗഡർ നമുക്ക് ഓൺലൈനിലും കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നിന്ന് വാങ്ങാം. എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നിങ്ങൾ ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഈ 1 ടീസ്പൂൺ നിങ്ങൾ ഈ കാമൽ മിൽക്ക് പൗഡർ നിങ്ങൾ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അശ്വഗന്ധയുടെയും ശതാവരിയുടെയും കൽക്കണ്ടത്തിന്റെ പൗഡർ ഉണ്ടല്ലോ 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് 2 മണിക്കൂർ ശേഷം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഹൈറ്റിന് നന്നായിട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ മുഴുവനും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. കൂടുതലും അസ്ഥിധാതുവിനെ പുഷ്ടിപ്പെടുത്തുന്ന ഭക്ഷണങ്ങൾ, അതായത് പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും, പനീർ, തൈര്, നെയ്യ്, അതുപോലെ തന്നെ വെണ്ണ എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പഴം, ഈന്തപ്പഴം, ചിക്കു ഇതും കുറച്ചൊക്കെ ധാതുക്കളെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവക്ക് നന്നായിട്ട് ഉൾപ്പെടുത്താനും കൂടി നോക്കുക. എനിക്കറിയാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹെവിയാണ് ദഹിക്കാനായിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരി കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ദഹനം എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങളുടെ ദഹന പ്രക്രിയ നല്ലൊരു പ്രക്രിയ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. വാരി വലിച്ച് കഴിക്കരുത്. നമ്മൾ ആദ്യം ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി രണ്ടാമത്തെ വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ്. സ്ട്രെച്ചിങ് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ നിത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലും ബോഡിയിൽ നിന്ന് ഹൈറ്റിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. ആസനാസിന്റെ കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ താടാസൻ, അതുപോലെ തന്നെ ചക്രാസനം, സൂര്യ നമസ്കാരം വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫുൾ ബോഡിയിലേക്കുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ശരീരത്തിന് നല്ലൊരു സ്ട്രെച്ചിങ് നന്നായിട്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഒരു 10 കൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ പുള്ളപ്പ് പോലെയുള്ള എക്സസൈസ്, അങ്ങനെയുള്ള കൂടുതലും സ്ട്രെച്ചിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ എക്സസൈസിന് വേണ്ടി ചിലവഴിക്കാനും കൂടി നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾ ഒരു ഇളം വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ ഒരു 8 മണി മുതൽ ഒരു 9 മണി വരെയുള്ള ഒരു ഇളം വെയിൽ, അതുപോലെ തന്നെ വൈകിട്ട്, രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഏതെങ്കിലും ഒരു അരമണിക്കൂർ ഇളം വെയിൽ കൊള്ളാനായിട്ട് കൂടി നോക്കുക. ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഒരു വൈറ്റമിൻ ഡി നല്ല രീതിയിൽ ലഭിക്കും. വൈറ്റമിൻ ഡി നല്ല രീതിയിൽ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷന് വളരെയധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇളം വെയിലും കൊള്ളാനായിട്ട് നോക്കുക. അവസാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ബോഡിക്കെല്ലാം ചെയ്തു, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനായിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രാണായാമം, ഒരു മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇൻഹെയിലും എക്സെയിലും ചെയ്യുക. അതായത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പോലെയുള്ള എക്സസൈസുകൾ. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മധ്യഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ ഒരു ഫോക്കസ് നമ്മൾ മധ്യഭാഗത്തേക്ക് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് കൂടി നോക്കുക. ഇതിലൂടെ നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സിഗ്നലിന് നല്ല രീതിയിൽ കൊടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവസാനമായിട്ടൊരു 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു ഹൈറ്റിന് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ എളുപ്പത്തിനായിട്ട് ഒന്ന് റീക്യാപ്പ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പറയാം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ വെറും വയറ്റില് മുളയുടെ മുറബ്ബ ഉണ്ടല്ലോ, ആ സ്വീറ്റ് അത് കഴിക്കുക.
അത് കഴിച്ചിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 മണിക്കൂറിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 2 മണിക്കൂർ ശേഷം നമ്മുടെ ആയുർവേദിക് ടോണിക്, അശ്വഗന്ധയുടെയും ശതാവരിയുടെയും നമ്മുടെ കൽക്കണ്ടം മിക്സ് ചെയ്തിട്ടുള്ള ടോണിക്, നമ്മുടെ ക്യാമൽ മിൽക്ക് പൗഡർ, അതായത് ഒട്ടകത്തിന്റെ പാലില് മിൽക്ക് പൗഡറും എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതിൽ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി, ഇനി അടുത്ത റുട്ടീനാണ് രാത്രി. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം, അതുപോലെ എക്സസൈസ്, ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ സ്ട്രെച്ചിങ് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഭക്ഷണത്തിന് കൂടുതലും നമ്മുടെ ബോണിന്റെ ഡെൻസിറ്റിയിലെ അസ്ഥിധാതുവിനെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൈറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇത് 1 മാസമല്ല, ഞാൻ എഗെയിൻ പറയാണ്, നിങ്ങളൊരു 3-4 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എക്സ്പെക്ട് ചെയ്ത് ചെയ്യരുത്. പോസിറ്റീവായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.